ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, റമദാൻ ഒരുപാട് അടുത്തെത്തി. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. സോ ഇതിപ്പോൾ കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണ്, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിയെന്ന് മാത്രം, എഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളും നനച്ചുകുളിയുടെ പരിപാടിയിലാണ്. വലുതായിട്ടൊന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് ചെറു ദിവസം കുറച്ചായിട്ട് ചെയ്ത് തീർക്കാണ്. ഒറ്റയടിക്ക് നിന്നാൽ നമുക്ക് എന്തായാലും തീരില്ലല്ലോ. സോ നമ്മളിന്ന് ഏകദേശം കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി പ്ലാൻ ചെയ്തത് റമദാൻ ഈ വർഷത്തെ റമദാൻ വന്നിട്ട് എൻ്റെ വീട്ടിലായിരിക്കും എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. കാരണം കഴിഞ്ഞ വർഷം മോന് ഫെബ്രുവരിയിൽ തന്നെ എക്സാമൊക്കെ കഴിഞ്ഞു, KG ആയതുകൊണ്ട്. ഇപ്രാവശ്യം അങ്ങനെ കഴിയുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ മംസ് എല്ലാവിടെയും സ്പ്രെഡ് ആവുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ലീവായി. സോ ഇവരുടെ എക്സാം ഗ്യാപ്പ് വിട്ട് ഏകദേശം മാർച്ച് 22 വരെ അവർ നീട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്യാപ്പുണ്ട്. മൊത്തം 3 എക്സാം ഉള്ളൂ മാർച്ച് മന്തിൽ. ബാലൻസ് 2 എക്സാം അവർക്ക് ഫെബ്രുവരിയിൽ തന്നെ കഴിഞ്ഞു. പക്ഷേ ഇവർ 10 ദിവസത്തോളം ഗ്യാപ്പ് കൊടുത്തിട്ട് 22 വരെ അത് നീട്ടി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ വർഷത്തെ റമദാനും കൂടി ഇവിടെ ആയിരിക്കും, ഇക്കാടെ വീട്ടിലായിരിക്കും. സോ അപ്പോൾ നമ്മൾ നനച്ചുകുളിയുടെ പരിപാടിയിലാണ്. അപ്പം ഞാനും ഉമ്മയും കൂടിയിട്ടാണ് എല്ലാം ചെയ്യാറ്. കുട്ടിയുള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റില്ല. സോ ഉമ്മയും ഞാനും കൂടിയിട്ട് കുറച്ചായിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചേ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവിയാക്കി. ആക്കുന്ന ദിവസം നമ്മൾ ലഞ്ച് ഭയങ്കര ലൈറ്റായിരിക്കും. ലഞ്ച് ഹെവി ആവുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റായിരിക്കും. അങ്ങനെ അവിടെ എപ്പോഴും ചെയ്യാറ്. സോ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കി. പൊറോട്ടയും അതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ലഞ്ച് ലൈറ്റാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പൊറോട്ട എല്ലാം സെറ്റാക്കി തരും, നമുക്ക് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ചിക്കൻ കറി ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ കറിക്കുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണേ. ഉമ്മയും മോനും കൂടി അവിടെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി അത് പരത്തി തട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ചിക്കൻ കറി, തേങ്ങ ഒഴിച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ മോർണിംഗത്തെ പണി കഴിഞ്ഞ് മോളുടെ കൂളമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പണികൾ തുടങ്ങണം. കാരണം അതിൻ്റെ ഇടയ്ക്ക് മോളിനെ ഉറക്കമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടൈമിങ് കറക്റ്റായിട്ട് വരില്ല. ഒരു 11 മണിൻ്റെ മുമ്പ് ഏകദേശം വർക്ക് തീർക്കണം. സോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്ത് തീർക്കാം. എന്താ മോനെ അടിയിൽ കൂടി വന്ന് എണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് ഉമ്മക്ക് അവിടെ പൊറോട്ട തട്ടിയെടുക്കാനായിട്ട്. സോ അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി, ഉമ്മ പൊറോട്ടയൊക്കെ ചുറ്റി റെഡിയാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നമുക്കിനി പൊറോട്ട ഇവിടെ പരത്തിയെടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ പൊറോട്ടയൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കുന്നത് ഇങ്ങോട്ട് വന്ന ശേഷമാണ്. എൻ്റെ വീട്ടിലൊന്നും പൊതുവേ പൊറോട്ട നമ്മൾ ഉണ്ടാക്കാറില്ല. അതൊക്കെ ഒരുപാട് മെനക്കെട്ട പണിയല്ലേ. സോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ എപ്പോഴും കഴിക്കാറ്. പക്ഷേ ഇവിടെ വന്ന ശേഷം സിമ്പിളായിട്ട് ട്രിക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി ഒരിക്കലെങ്കിലും നമ്മൾ പൊറോട്ട ഉണ്ടാക്കും. അപ്പോൾ ഇതാ പൊറോട്ടയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ലെയറുള്ള പൊറോട്ട തന്നെ ആയിരിക്കും കേട്ടോ. നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും പൊറോട്ട. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഉമ്മാക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു. 2 പ്രാവശ്യമായിട്ട് ഉമ്മാനെ കൊണ്ട് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പൊറോട്ട ഒത്തിരി നന്നായ പോലെ തോന്നി. അപ്പം ഞാൻ ഇതൊക്കെ അല്ലേ അടിക്കാനൊക്കെ പഴകിയതൊക്കെ ഇവിടെ വന്നിട്ടാണ്. നല്ല ചൂടുണ്ട്, പക്ഷെ എന്നാലൊക്കെ അടിച്ചെടുക്കണമല്ലോ. സോ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ ഉടനെ ഞാൻ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ സ്റ്റോർ റൂമിൽ നിന്നാണ് തുടങ്ങിയത്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ പോകാമെന്നുള്ള പ്ലാനിൽ ആദ്യം സ്റ്റോർ റൂമൊക്കെ ഒന്ന് നമ്മുടെ വാറാമല ഒന്ന് തട്ടിയെടുക്കുകയാണ് ആദ്യം. ഇന്ന് വാറാമല മാത്രം തട്ടിയെടുക്കണ പരിപാടിയാണ്. കാരണം ബാക്കിയുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നിന്നാൽ ഒറ്റ ദിവസത്തിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം വലിച്ചിട്ടെന്ന് വെച്ചാലും വീട് അലങ്കോലമായി കിടക്കും. സോ ഇന്നത്തെ ദിവസം വാറാമലകളൊക്കെ തട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഓരോരോ ദിവസമായിട്ട് നമുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കാമെന്നുള്ള പ്ലാനിലാണ്. പിന്നെ മോളുള്ളത് കൊണ്ട് നമ്മൾ വാറാമല തട്ടിയിട്ടും വെറുതെ വീട് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അപ്പം ഞാൻ 2 പ്രാവശ്യം അടിച്ചു വാരി, അതേപോലെ 2 പ്രാവശ്യം തറയൊക്കെ ഒന്ന് തുടച്ചു വിട്ടു. കാരണം മോള് മുട്ടുകുത്തി നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ആളെല്ലാം അവിടെ അങ്ങനെ ഓടി ചാടി വരുന്നത് കൊണ്ട് വീട് ഒത്തിരി ക്ലീനായില്ലെങ്കിൽ പറ്റില്ല. സോ ഇപ്പോൾ ഞാനിപ്പോൾ വാറാമല സ്റ്റോർ റൂം കഴിഞ്ഞ് കിച്ചൺ എടുത്തു. പിന്നെ കിച്ചൺ കഴിഞ്ഞ് ഞാൻ ഡൈനിങ് ഏരിയയും എൻ്റെ റൂമും കൂടി ഞാൻ വാറാമല തട്ടിയെടുത്തു. ഉമ്മ വന്നിട്ട് ഉമ്മയുടെ റൂമും
ഹാളും സിറ്റ് ഔട്ടും ഇതൊക്കെ ഉമ്മ ചെയ്തു. ഉമ്മയും മോനും കൂടി. മോൻ കൂടെ നിന്ന് ഉപദ്രവിച്ചിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നിന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വാറാമല തട്ടിയെടുത്ത് ഞാനപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുകയാണ്. ഇനി മോളിന് കൂളൊക്കെ കൊടുത്തത് കൊണ്ട് അവളിനെ ഉറക്കാൻ മാത്രം ഒന്നും റെഡിയാക്കണം. സോ മോളുടെ ആ റൂം ഒന്ന് സെറ്റാക്കിയാൽ മാത്രമേ മോളിന് ഉള്ളിൽ കിടത്ത് ഉറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അതനുസരിച്ച് ഞാൻ വേഗം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡൈനിങ് ഏരിയ എത്തിക്കഴിഞ്ഞു. ഞാൻ എല്ലാം ചെറുതായിട്ട് ക്ലിപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പെർഫെക്റ്റായിട്ട് പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു ഫോർമാലിറ്റി, നനച്ചുള്ളി എന്ന് പറയണമല്ലോ. അപ്പോൾ വേഗം തന്നെ ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ അത്യാവശ്യം എപ്പോഴും തട്ടുന്നത് കൊണ്ട് വലിയ വാറാമലയൊന്നുമില്ല. ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ തട്ടിയെടുത്ത് പൊടിയൊക്കെ തട്ടി മാറ്റി വെച്ചതാണ്. എവിടെയെങ്കിലും കാണും ഫാനിലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. മറ്റേ വേറെ എവിടെയും വാറാമലയില്ല, ഫാനിലായിരുന്നു ഒരുപാട് പൊടി. അപ്പോൾ ബെഡിൻ്റെ മുകളിൽ കയറി ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫാനിലുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. പിന്നെ ഈ അലക്കുന്ന പരിപാടികളൊക്കെ ഇനിയൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എല്ലാം കൂടി ഒറ്റ ദിവസത്തിൽ നടക്കില്ലല്ലോ. സോ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണേ. അപ്പോൾ അത്യാവശ്യം റൂമിലത്തെ വാറാമലയൊക്കെ തട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ അവിടുത്തെ എൻ്റെ ഡ്രസ്സിങ് ടേബിളും പിന്നെ കുട്ടിയുടെ ബുക്കൊക്കെ വെച്ചിട്ടുള്ള ടേബിളൊക്കെ കൂടി അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തട്ടിപ്പെറുക്കി വയ്ക്കുകയാണ്. ഡ്രസ്സിങ് ടേബിളിലുള്ള സാധനങ്ങളൊക്കെ എത്ര നീറ്റാക്കി വെച്ചാലും ആ ദിവസം വൈകിട്ട് തന്നെ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കലഞ്ഞ് നിൽക്കും. സോ വേഗം തന്നെ റൂമിലത്തെ പരിപാടിയൊക്കെ ഒന്ന് തീർക്കുകയാണ്. ഞാൻ മോനോടെല്ലാം പെറുക്കി വയ്ക്കാൻ പറഞ്ഞതാണ്, പക്ഷെ എല്ലാം കൂടി കൂട്ടി വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടി അവൻ്റെ ബുക്സും എല്ലാ കാര്യങ്ങളും ഒന്ന് തട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്കിനി അടിച്ചെടുത്താൽ മതി. ഏകദേശം വാറാമല എല്ലാവരുടെയും തട്ടി. ഉമ്മ പിന്നെ അവിടെ ചെയ്യുന്നുണ്ട്, ഞാൻ പിന്നെ അത് നോക്കിയില്ല. പിന്നെ റൂമിലത്തെ കാര്യം കഴിഞ്ഞിട്ട് വേണം മോളെ ഉറക്കാൻ. സോ വേഗം തന്നെ റൂമിലത്തെ പരിപാടികളൊക്കെ തീർക്കുന്നുണ്ട്. ഡ്രസ്സിങ് ടേബിളിലൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് തുടയ്ക്കണം. അവിടെ എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് തട്ടി മാറ്റണമല്ലോ. സോ ടിഷ്യൂ വെച്ചിട്ട് നമുക്കൊന്നൊക്കെ നന്നായി തുടച്ച് നീറ്റാക്കി എടുക്കാം. ബെഡ് ഉറങ്ങി എണിച്ചതിൻ്റെ കോലത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കണം. വെയിലുള്ള സമയത്ത് മാത്രമല്ലേ നമ്മൾ ഇടാറുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി വെച്ചിട്ട് അപ്പോൾ ഒന്ന് അതൊക്കെ റെഡിയാക്കുക. എന്താ ഉമ്മയും മോനും കൂടി അവിടുത്തെ പരിപാടി. മോനിപ്പോൾ തന്നെ അടിച്ചു വാരിയിട്ട് വരുന്നത് മുമ്പ് തന്നെ അവൻ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ ഉമ്മാൻ്റെ പണികളൊക്കെ അവിടെ വേഗം നടക്കുന്നുണ്ട്. സൂപ്പർ. അങ്ങനെ ഞങ്ങൾ അടിച്ചു വരുന്ന പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. വാറാമലയൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരുടെയും ഒന്ന് 2 പ്രാവശ്യം അടിച്ചെടുക്കണം. കാരണം വാറാമല കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പറക്കുന്നുണ്ട്. സോ 2 ടൈംസ് എങ്കിലും അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് വീടൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ വേഗം തന്നെ അടിച്ച് നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെറിയ നനച്ചുള്ളി പരിപാടി ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കുറച്ചായിട്ട് നമുക്ക് ചെയ്ത് തീർക്കണം. കാരണം റമദാനിന് ഇനി ഒരുപാട് ദിവസങ്ങളില്ല, 1 വീക്ക് മാത്രമേ ഉള്ളൂ. 1 വീക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഓരോരോ ദിവസം കുറച്ച് പണി ചെയ്താൽ മാത്രമേ ഏകദേശമായിട്ട് പെട്ടെന്ന് തീരുള്ളൂ. സോ നമുക്ക് നമ്മുടെ വഴിയേ ഉള്ള പരിപാടികൾ ഇനി കാണാം. എല്ലാവരും നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞ് റമദാനിന് പെട്ടെന്ന് തയ്യാറെടുക്കുക. റമദാൻ വളരെ അടുത്തെത്തി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.